അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത്, എപ്പോഴാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത്, എത്ര തവണ വീതം ചൊല്ലണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഹൈറായ വീട് ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഹൈറായ ഒരു സ്വാലിഹായ ഇണയെ ലഭിക്കുക, ഒരു സ്വാലിഹായ അംഗവൈകല്യങ്ങളുമൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള മക്കളെ ലഭിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ആഗ്രഹങ്ങളായിരിക്കും കടങ്ങളൊക്കെ പെട്ടെന്ന് വീടിക്കിട്ടുക, അത് വീടുവാനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരിക എന്നുള്ളതൊക്കെ. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ മാറിപ്പോവുക എന്നുള്ളതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 5 വക്ത് നിസ്കാര ശേഷം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഇസ്മിനെ ചൊല്ലുക. ഇങ്ങനെ ഈ ഇസ്മിനെ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ് എന്ന്. ഈ ഇസ്മ ചൊല്ലി നിങ്ങൾ ഏതൊരാവശ്യവും മുൻനിർത്തി ദുആ ചെയ്താൽ ആ ദുആ ഏതൊരാവശ്യമാകട്ടെ അത് പെട്ടെന്ന് നിറവേറി കിട്ടുന്നതായിരിക്കും. ഏതാണ് ആ ഇസ്മ എന്ന് നമുക്ക് നോക്കാം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മാണത്. ഈ ഇസ്മ 313 തവണ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങളെല്ലാം വീടുവാൻ ധാരാളം സമ്പത്തിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.